വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി വഴി കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോയി. അതായത് ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഗോവ ട്രിപ്പ് കഴിഞ്ഞപാട് തന്നെ ഞങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞപാട് തന്നെയാണ് കേട്ടോ ഈ ട്രിപ്പും പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ആതിരപ്പള്ളിയിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി എത്തി. അപ്പോൾ അധികം വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു, കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആതിരപ്പള്ളിയിൽ എത്തിയതിന് ശേഷമുള്ളതാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങളിപ്പോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടാ ടിക്കറ്റ് കൗണ്ടറിന് മുന്നേ ഉള്ളത്. ഇനി ടിക്കറ്റ് നമ്മൾ എടുക്കാനുണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറും. ഞങ്ങൾ ആദ്യം തന്നെ ആതിരപ്പള്ളിയിലേക്കാണ് വന്നത്. അതിനുശേഷം അവിടെ നിന്ന് മലക്കപ്പാറ വഴിയാണ് കൊടൈക്കനാലിലേക്ക് പോയത്. അപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് എല്ലാവരും കയറി നമ്മൾ നടക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ. അതായത് കുറേ നടന്നതിന് ശേഷം താഴെയാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറിയിട്ട് നടക്കുകയാണ് ഇപ്പോൾ. അതാണ് നമ്മുടെ ഈ നടക്കുന്ന വഴി നമുക്ക് താഴെ വരെ പോകാനുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇവര് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാത പോലെ ആക്കിയിട്ടുണ്ട്, കല്ല് വിരിച്ചിട്ട്. അപ്പോൾ അത് താഴെ വരെ നടക്കാനുണ്ട്. ഇതിപ്പം സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള വഴിയാണിത്. ഇത് വെച്ച ഈ കല്ല് വരിച്ച ഈ പാതയില്ലേ, ഈ പാത നമുക്ക് ഒരുപാട് താഴെ വരെയുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. താഴെ വരെ നടന്നതിന് ശേഷമാണ് മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ടൈം എന്ന് പറയുന്നത് 5 മണി വരെയാണെന്ന്. ഇവിടത്തേക്ക് കടത്തി വിടുന്നത് 5 മണി വരെ ഉള്ളൂ. അതിന് ശേഷം ആരെയും കടത്തി വിടൂല കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിത് താഴെ എത്തി. ഇതാണ് വ്യൂ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ. ഇത് കൊള്ളാലോ, കുറേ ഉണ്ടല്ലോ. ഇത് വെള്ളം കുറവാന്നേ. ഇപ്രാവശ്യം നമ്മൾ വരുമ്പോ ഈ സൈഡിൽ മൊത്തം വെള്ളം ഉണ്ടാവും. ഇത് മൊത്തം നമ്മൾ നടന്ന് താഴേക്ക് വന്നു. നമ്മളിത് ഇപ്പം കുറേ ഇങ്ങോട്ട് മുന്നിലേക്ക് നടന്നപ്പോ ഈ അടുത്ത് നോക്ക്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെത് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ബാക്ക് സൈഡില് നോക്ക്. ഇനി ഇതേപോലെ താഴേക്ക് വന്നതുപോലെ മുകളിലേക്ക് കയറാനുണ്ട്. ഇതുപോലത്തെ കല്ല.
കല്യാണെന്നില്ലേ? ഇതേപോലത്തെ കല്ലുകളാണ്, കുറേ കയറാനുണ്ട്. നമ്മളിപ്പോ കുളിക്കാൻ വേണ്ടിട്ട് താഴേക്ക് പോവേന്നേ, പിള്ളേരെയും കൊണ്ട് കുളിക്കാൻ. ഇത് നോക്കണേ, താഴെ കുളിക്കേണ്ട ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ അതാ കുളിക്കാൻ വേണ്ടിട്ട് പോന്നെയാ. നോക്കി ഇവിടെയൊക്കെ പാറക്കെട്ടില് വെള്ളം. ഇതാ വെള്ളം നോക്കിയേ, ഇവിടുന്ന് കുളിക്കാം. റിച്ചു കുളിച്ചാ? നീന്തൽ പഠിക്ക്. ഏട്ടാ മുഖം തട്ടി അടിക്കുക. അപ്പൊ നമ്മളിത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്ന് എല്ലാരെയും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പോവേന്ന്. ഇനി മലക്കപ്പാറയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഇനി 6 മണിക്ക് മുന്നേ നമ്മൾ അവിടെ എത്തണം. എന്നാലും മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റ്, അതായത് കടത്തി വിടുള്ളൂ അവര്. 6 മണിക്ക് മുന്നേ എത്തിയാൽ മാത്രം. അതുകൊണ്ട് നമ്മളിപ്പോ 4:30 ഏകദേശം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് യാത്ര. അപ്പൊ അവിടത്തേക്ക് 6 മണിക്ക് മുന്നേ എത്തണം, എന്നാലും മാത്രമേ നമുക്ക് അപ്പുറം കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ യാത്ര വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് തുടരുകയാണ്. അപ്പൊ ഇവിടുത്തെ ആതിരപ്പള്ളിയിലെ കാഴ്ചകളിതാ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ 6 മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാസിംഗ് ഒക്കെ അവര് എല്ലാം ചെക്ക് ചെയ്തു, പാസ് ചെയ്ത് വിട്ടു. ഇപ്പം നമ്മള് മലക്കപ്പാറ, അതായത് മലക്കപ്പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല, കാട്ടിലൂടെയാണ് ഇപ്പൊ പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ രാത്രി ആവാനായി, അതായത് ഒരു ഏകദേശം 6 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി കിടിലൻ വ്യൂ ആണ്. 2 സൈഡും നല്ല എന്താ പറയുക മരങ്ങളായിട്ട് നല്ല തണുപ്പും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഈ റോഡ്. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവര്, അതായത് ആന ഇറങ്ങും ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെക്ക് പോസ്റ്റിന് 6 മണിക്ക് മുന്നേ കടത്തി വിടുന്നത്. ചില സമയങ്ങളിൽ ഇവർ കടത്തി വിടില്ല ഈ റൂട്ടിലൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന സമയങ്ങളിൽ ഇതിലേക്കൂടിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ടാവും. അപ്പം ഇന്ന് നമ്മളെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് ആകെ കാണാൻ പറ്റിയത് ഈ മയിലിനെ മാത്രമാണ് കേട്ടോ. ഒരു ആനയോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, രാത്രിക്കും കണ്ടില്ല. അങ്ങനെ നമ്മളിപ്പം മലക്കപ്പാറ എത്തി കേട്ടോ. ഇത് മലക്കപ്പാറ, ഇത് റോഡ് സൈഡിൽ തന്നെ ഉള്ളതാണ് നമ്മളെ റൂം എടുത്തത്. ഇതൊരു റൂം, ചെറിയൊരു റൂമാണ് കേട്ടോ. ചെറിയൊരു റൂം എന്ന് പറയുമ്പോൾ നീളത്തിൽ കുറേ ബെഡ് ഒന്നിച്ചിട്ട്, നമ്മൾ 15 ആൾക്കാരാ വന്നത്. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നിങ്ങളെവിടെയുള്ളതിപ്പോ മലക്കപ്പാറ അല്ലേ? നമ്മളെന്തിനാ വന്നേ? അപ്പൊ നമ്മളിതാ എല്ലാവരും ഒന്നിച്ച് കിടക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് റൂം. ഇവിടെ ഇതൊരു എന്താ പറയാ ഹൈ റേഞ്ച് ഏരിയ ആണ്. എല്ലാരും ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ അന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുന്ന എല്ലാരും ഉണ്ട്. നമ്മൾ എല്ലാരും കൂടി കേക്ക് കുടിക്കാൻ പോവുന്നു കേട്ടോ. ജിഷേച്ചി, ശ്രമിച്ചി ഒന്ന് ഹായ് ആക്ക്. ഹായ്. നമ്മുടെ സ്ഥലം കൂടുതൽ സ്ഥലങ്ങളാണ്. ഈ മലക്കപ്പാറ സൗണ്ട് ആക്കലറിച്ചു. മലക്കപ്പാറയില് ഇങ്ങനത്തെ സ്റ്റേ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വേറെ നല്ല അടിപൊളി സെറ്റപ്പുള്ള സ്റ്റേ ഒന്നും കിട്ടൂല. അപ്പൊ ഇതാ നമ്മള്
കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരും സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഒന്നും വിചാരിക്കരുത്, ഹാപ്പി ക്രിസ്മസ് എഴുതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കേക്ക് ഇത് പ്ലം കേക്കാണ്, ഒന്നും വിചാരിക്കരുത്. ഹാപ്പി ക്രിസ്മസ് ടു സൽപുത്രൻ പിറന്നതാ അവർക്ക് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായിട്ട് പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുന്നിലെ കാഴ്ച നോക്ക്, ഫുൾ തേയിലത്തോട്ടാണ്. കണ്ടാ ഇവിടെ മൊത്തം തേയിലത്തോട്ടാണ്. ആ ചെയ്യണം. ഇത് കണ്ടോ, ഈ സൈഡിലെല്ലാം ഫുൾ തേയിലത്തോട്ടാണ്. അവര് തേയില നുള്ളുന്നുണ്ട് അവിടുന്ന്. നമ്മൾ നിന്നത് മലക്കപ്പാറ ഇവിടെയാണ് കേട്ടോ. സെന്റ് ജോസഫ് ഹോം സ്റ്റേ ആണ്. ഇവിടെ എല്ലാ ഏരിയയിലും ഇങ്ങനത്തെ നമുക്ക് ഇതുപോലെ ചെറിയ റൂം അങ്ങനത്തെ ടൈപ്പുള്ള ഹോം സ്റ്റേ കിട്ടത്തുള്ളൂ. ഇവിടെ തന്നെ സൈഡിൽ തന്നെ ഹോട്ടലുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഇനി പോകുന്ന വഴി മൊത്തം തേയിലത്തോട്ടാണ് കേട്ടോ. രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഒരു ഡാമാണ് ഷോളയാർ ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ റോഡിൽ നിന്നും കാണുന്ന വ്യൂ ആണ് ഈ വ്യൂ. വെള്ളം ഇപ്പം ഇല്ല, വെള്ളം ഒഴുകുന്നില്ല, ജസ്റ്റ് ഡാം, വെള്ളമൊന്നും ഇല്ലാത്ത ഡാമാണ് കേട്ടോ. ഇതാണ് റോഡ് സൈഡിലെ വ്യൂ. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ റോഡ് നമുക്ക് കുറച്ചും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തും. അവിടെ നമുക്ക് നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഷോളയാർ ഡാം എന്ന ഇതിൻ്റെ പേര്. ഇതാണ് ചോളയാർ ഡാം. ആ ഒടുത്തു മോനെ തേനീച്ചക്കൂട് ഒടുത്തു. ഓ അമ്മ കണ്ട് തേന്. ഷോളയാർ ഡാമിന്റെ
ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മൾ താഴെ നിന്ന് കണ്ട വ്യൂ ഇപ്പം മുകളിലെത്തിയിട്ട് മുകളിൽ നിന്ന് കാണുന്നതാണ്. നമ്മൾ താഴേന്ന് കണ്ട ആ ഡാമിന്റെ മുകൾ ഭാഗത്തെ വ്യൂ ആണ് ഇത്. കൊടൈക്കനാലിൽ എത്ര സമയം എടുക്കും? ഇത് നോക്കി നമ്മൾ റോഡ് സൈഡിൽ കണ്ടതാണ്. എന്തൊരു ഭംഗിയാ നോക്കിയേ, നല്ല രസമുണ്ട് കാണാൻ. ഒരു പുഴയും ഉണ്ട് ഇവിടെ, നല്ല ഭംഗിയാണ് കേട്ടോ. ചുറ്റിനും തേയിലത്തോട്ടായിട്ട് നല്ല രസമുണ്ട് ഈ സൈഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മള് കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയാണ്. ആ പോകുന്ന വഴിയിൽ നോക്കി ഈ വ്യൂ കണ്ടിട്ട് നമ്മൾ നിർത്തതാണ് കേട്ടോ. നോക്കി എന്ത് രസാണോ നോക്കി. കാണാൻ ഈ ക്യാമറയിൽ ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഈ പുഴയും തേയിലത്തോട്ടുമായിട്ട് നോക്കിയേ, ഇത് ഭംഗിയാണ്. നല്ല രസം കേട്ടാ. നടുക്ക് ഒരു ഏരിയ, പിന്നെതാ ആ ഇത് നോക്കിയേ, ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റിനും തേയിലയും നല്ല ഭംഗിയുണ്ട് കേട്ടാ. കാണുന്ന വ്യൂ പക്ഷെ ഈ വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടാ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ വീഡിയോയിൽ ആ ഒരു ഭംഗി വരുന്നില്ല. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പം ഒരു ഇരുടടിച്ച പോലെയുള്ളത്, പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടാ. നല്ല തേയിലത്തോട്ടത്തിന് താഴെ നല്ല തടാകമായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മളെല്ലാരും താഴേക്ക് ഇറങ്ങി വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തതാണ് കേട്ടാ. അവിടെയുള്ള വ്യൂ ആണ് ഇത്. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയിലുള്ള തേയിലത്തോട്ടത്തിന്റെ വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. എല്ലാരും ഉണ്ട്. അയ്യോ, നമ്മളിപ്പോ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മൾ വരുന്ന റോഡ് എന്ന് പറയുന്നത് മറ്റേ ഇതില്ലേ, മലക്കപ്പാറയിന്ന് പിന്നെ വാൽപ്പാറയിന്ന് പിന്നെ നമ്മള് പൊള്ളാച്ചി റോഡിലേക്ക് എത്തി. പൊള്ളാച്ചി റോഡിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് കട്ട് ചെയ്യുന്ന റോഡ്, അവിടുന്ന് പിന്നെ കൊടൈക്കനാൽ റോഡിലേക്ക് ഇപ്പൊ കേറിയിട്ട് ഇപ്പം പകുതിക്ക് എത്തി. ഏകദേശം രാത്രിയാവും. ഇപ്പം 4 മണിയായി ഏകദേശം. നമ്മൾ രാത്രിയാവും അവിടെ എത്തുമ്പോഴേക്ക്. അപ്പോൾ ഒരു ഭക്ഷണം എന്ന് പറയുന്ന ഇളനീര് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങളിതാ ഇപ്പൊ കൊടൈക്കനാലിൽ എത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വരുന്ന വഴി എത്തിയതിനു ശേഷം നമ്മൾ റൂം സെറ്റാക്കി. റൂം ഇതാ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഹോം സ്റ്റേ പോലത്തെ സ്ഥലമാണ്. ബാക്കിൽ ഇതൊരു ബാഗ് അവിടെയാണ് നമ്മളെ റൂം ആ കാണുന്നത്. ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് നോക്ക്, നല്ല വ്യൂ ആണ് കേട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കാണത്തുള്ളൂ. രാവിലെ നോക്കാം. അപ്പൊ ഞാൻ റൂം കാണിച്ചു തരാം.